السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. പ്രിയപ്പെട്ടവരെ, അല്പ നിമിഷങ്ങൾ കൊണ്ട് അറബി കോളേജുകൾ നവോത്ഥാന മേഖലയിൽ നിർവഹിച്ച പങ്ക് എടുത്തു പറയുക എന്നതാണ് ഈ സമയത്ത് എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം. ലൈവായിട്ട് പോകുന്നുണ്ടെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നത് സ്ഥിരമായി ഞങ്ങളൊക്കെ എന്നും പഠിപ്പിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പ്രായമുള്ള ആളുകളോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അതിന് കുറച്ചത് നിലനിൽക്കുള്ളൂ. ഇനി വരാനുള്ള തലമുറയോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞങ്ങളൊക്കെയും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഷാക്കിർ മൗലവിയൊക്കെ സംസാരാരൂപത്തിൽ മയപ്പെടുത്തിയത്. കുട്ടികളായത് നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷെ പഴയ ഒരു 100 അറബി കോളേജുകൾ 1900 തുടക്കത്തിലാണ് അറബി കോളേജുകളെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊരു 126 അല്ലെങ്കിൽ ഒരു 130 വർഷങ്ങൾക്ക് മുമ്പേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ചൊരു മനോനില എൻ്റെ മുന്നിലുള്ള ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് പാകപ്പെടേണ്ടതുണ്ട്. അല്ലാഞ്ഞാൽ അത് വേണ്ടത്ര ഫലം ചെയ്യില്ല. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. റിലീജിയസ് സ്കൂളിൽ പഴയ കാലത്ത് പത്രം വായനയൊക്കെ നിഷിദ്ധമായിരുന്നു. അമ്മാനി മൗലവിയെ കാനാഞ്ചേരി ദർസിൽ നിന്ന് പത്രം വായിക്കുന്നത് കണ്ട് അവിടുന്ന് പുറത്താക്കി. കെ മൗലവിയൊക്കെ പത്രം വായിക്കാൻ വേണ്ടി നടത്തിയിരുന്ന സാഹസങ്ങൾ, ഇതൊക്കെ റിലീജിയസ് സ്കൂളിൽ പറഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണല്ലോ. അപ്പോൾ അവരോടനെ ചോദിച്ചത്, എന്തിപ്പോൾ പത്രം വായിക്കാൻ പറ്റിയില്ലെങ്കിലും TV ഒക്കെ കണ്ടുകൂടെ? അപ്പം എന്താണ് ആ ചോദ്യത്തിൻ്റെ പ്രശ്നം? ആ കുട്ടി ചോദിച്ചതിൻ്റെ പ്രശ്നം എന്താണ്? TV കണ്ടുകൂടെ എന്നാ ചോദിച്ചേ? അന്ന് TV ഇല്ല. അപ്പം ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ള സന്തോഷം. അങ്ങനെ അപ്പോൾ എന്താണ് ഒരു 125 വർഷം മുൻപത്തെ നമ്മൾ കേരളത്തിൻ്റെ മലബാറിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ വാർത്താവിനിമയ സംവിധാനങ്ങൾ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ആശയവിനിമയം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതാണ്. പത്രങ്ങൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാ ദിവസവും അന്ന് ഇറക്കാൻ കഴിയില്ലല്ലോ. ആലോചിച്ചറിയില്ല. നമ്മളിപ്പോൾ ഒരു 304 പേജുള്ള സോവനീർ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പണി തന്നെ എന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ടാവും. സ്വദേശാഭിമാനി ആകട്ടെ, എന്നുള്ള കാലത്ത് അറബി മലയാളത്തിൽ തിരൂരിൽ നിന്ന് ഇറങ്ങിയിരുന്ന സൈദാലിക്കുട്ടി മാസ്റ്ററുടെ സലാഹുൽ ഇഖ്വാൻ ആകട്ടെ, ഇതിൻ്റെയൊക്കെ ഏതാണ്ട് ലക്കങ്ങളൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് രണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പോൾ അന്ന് അച്ചു നിരത്തുക, നിങ്ങൾ പർപ്പുസ്താവ് ഇവിടെ ഉണ്ടല്ലോ, ചോദിച്ചാൽ മതി. അച്ചു നിരത്താനൊക്കെ അന്ന് ഒരക്ഷരം തന്നെ എത്ര എണ്ണമാണോ, ആന്നുള്ള അക്ഷരം തന്നെ എത്ര എണ്ണമാണോ, അത് അച്ചു നിരത്തിയ മാനുവലിൻ്റെ പരിഭാഷയൊക്കെ പുറത്തിറക്കുന്നതിൽ ഈ അടുത്ത കാലത്തെ പ്രയാസങ്ങളാണത്. അപ്പോൾ ആഴ്ചയിൽ 1 ഏറി വന്ന 2 ദിനപത്രം എന്ന് പറയില്ല, വർത്തമാന പത്രങ്ങളാണ്. ഇതാണ് പത്രമില്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷന് ഒന്നുമില്ല. ഫോണില്ല, ലാൻഡ് ഫോൺ തന്നെ ഇല്ല, പിന്നല്ല മൊബൈൽ ഫോൺ. TV ഇല്ല. TV ഒക്കെ 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അവരെ ചുടണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ 84 TV നമ്മുടെ പരിസരങ്ങളിലൊക്കെ വ്യാപകമാകുന്നത്. അതിന് മുമ്പുണ്ടായിരുന്നൊരു TV 79 ആ TV നമ്മളെ നാട്ടിൽ വരുന്ന മുമ്പ് 79 പുളിക്കൽ സമ്മേളനത്തിൽ
ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി ഉണ്ടായിരുന്നു. 84 നമ്മുടെ നാട്ടിൽ ടി വി വ്യാപകമാകുന്നത്. അതിൻ്റെ 5 വർഷം മുമ്പേ ആ ടെക്നോളജി ഉപയോഗപ്പെടുത്തി അതിൻ്റെ സംഘാടകന്മാരിൽ ഒരാളാണ് ഇരിക്കുന്ന പർപ്പൂർ മൗലവി. 79 പുളിക്കൽ മുജാഹിദ് സമ്മേളനത്തിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി ഉണ്ട്. അതിൻ്റെ അന്നത്തെ പത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി എത്ര കൗതുകത്തോടു കൂടിയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പിന്നൊരു സമയത്ത് ഞാൻ വന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ടെക്നോളജിയെ ഒരു പടി മുന്നിൽ ഉപയോഗിച്ച ഒരു സംഘടനയാണ് നമ്മളിപ്പോൾ. ഷാക്കിർ മൗലവി പറഞ്ഞു നിർത്തിയത് ടെക്നോളജിയുടെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്. ഒരു കാലത്ത് LCD മുജാഹിദ് എന്നാണ് LCD സംഘടന എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം LCD ഒക്കെ മറ്റുള്ളവർ കൈവശപ്പെടുത്തുന്നതിന് മുൻപ് വളരെ ഫലപ്രദമായി ദൈവത്തിന് ഉപയോഗപ്പെടുത്തിയ ഒരു സംഘമാണ് നമ്മൾ. അപ്പോൾ നിങ്ങളും ആ നിലയ്ക്ക് സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തി അതിൽ അറബി ഭാഷ ഇന്ന് മറ്റേത് ഭാഷകളെക്കാൾ സാധ്യത ഉള്ളതാണെന്ന് ഇവിടെ ഷാക്കിർ മൗലവി മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് എത്രമാത്രം വാജിബാണെന്നുള്ളത് മുബാറക് ഫൂരി പറഞ്ഞു. ഇപ്പോൾ അറബി ഭാഷാ മേഖലയിൽ ഇൻ്റർനെറ്റും AI-യുമായൊക്കെ ബന്ധപ്പെട്ട് എത്രമാത്രം മുകളിലെത്താൻ കഴിയുന്ന അതിനൊരു മത്സരമാണ് നിങ്ങളുടെ നടക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞ പത്രം എന്ന് പറയുമ്പോൾ എഴുത്തിൻ്റെ ലോകമാണ്. ആ എഴുത്തിനും വായനക്കും പ്രസക്തി സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഇല്ലാതാകുന്നില്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഗവേഷണങ്ങളുടെ ഫലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ അധ്യാപകനായിരുന്ന ഷുറൈ സലഫി, അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് ഒരുപാട് ആളുകൾക്ക്, കുട്ടികൾക്കടക്കം പ്രചോദനമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നന്നായിട്ട് ചെയ്ത ഒരു പ്രബന്ധമാണ് അത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ഗവേഷണ മേഖലയിൽ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗപ്പെടുത്തി ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ട ഒരു കടമ നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഇന്നിപ്പോൾ കഴിഞ്ഞ 100 വർഷമായി സകലമാന പുരോഗമനങ്ങളെയും എതിർക്കാൻ വേണ്ടി മാത്രം ശീലിച്ച ഒരു സംഘടന അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് നന്മയായിട്ടെന്തുണ്ടോ, പുരോഗതിയായിട്ടെന്തുണ്ടോ, അതിനെയൊക്കെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിച്ച, അതിനൊക്കെ വിലങ്ങ് തടിയായി നിന്ന, വിഘാതമായി നിന്ന, അതിനോടൊക്കെ പൊരുതി യുദ്ധം ചെയ്ത, അതിനെതിരെ പടപ്പാട്ട് തീർത്ത ആളുകൾ ഇന്ന് അതൊക്കെ ഞമ്മൻ്റെതായിരുന്നു എന്ന് പറയുന്ന ഒരു വിരോധാഭാസത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്കതിൽ വേണ്ടത്ര വ്യക്തതയുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ 2 കാലം ഒന്ന് നിങ്ങൾക്ക് ബോധ്യമാവാൻ വേണ്ടിയിട്ട് പറയാം. ഒന്ന് വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഗതാഗതം. രണ്ടാമത്തെ ഗതാഗതം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ ബന്ധത്തിലൊക്കെ ഉണ്ട് ചില ആളുകൾ. അവർ രാവിലെ ദുബായിലായിരിക്കും, ഉച്ചയ്ക്ക് കൽപ്പഞ്ചേരിയിലായിരിക്കും, രാത്രി സംസ്കരിക്കാൻ ദുബായിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സൗകര്യം അതാണ്. നിങ്ങളുടെ മൊബൈലിലെ ആപ്പ് നോക്കിയിട്ട് എപ്പോഴാണ് വിമാനം എന്നൊക്കെ അറിഞ്ഞിട്ട് മണിക്കൂറുകൾ കൊണ്ട് ലോകത്ത് ഒരു ദിവസം തന്നെ 1-ലധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്ന അവസ്ഥയിലിരുന്നു കൊണ്ട് പഴയ കാലത്ത് ചിന്തിക്കുമ്പോൾ KP മുഹമ്മദ് മൗലവി 1982 ജമിയത്തുൽ മുജാഹിദിൻ്റെ 40ാം വാർഷിക സോവനീറിൽ 1940കളുടെ അവസ്ഥ എഴുതിയിട്ടുണ്ട്. അരീക്കോട് അന്ന് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. 13 പേജാണ് ആ ലേഖനം. ആ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാനത് ഷെയർ ചെയ്തത്, എൻ്റെ മൊബൈലിലതുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വാഴക്കാട് ദാറുൽ അറബി കോളേജിലാണ് KP മുഹമ്മദ് മൗലവി ആദ്യം പഠിച്ചിരുന്നത് 40കളിൽ. ആ സമയത്ത് ബസ് കയറണമെങ്കിൽ 12 കിലോമീറ്റർ അകലെയുള്ള അരീക്കോട്ടേക്ക് വരണം, അല്ലെങ്കിൽ 14 കിലോമീറ്റർ അകലെയുള്ള കൊണ്ടോട്ടിയിലേക്ക് വരണം, അല്ലെങ്കിൽ 6 കിലോമീറ്റർ അപ്പുറത്തുള്ള തെങ്ങിലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം. ആ ബസ് തന്നെ ഒരു ദിവസം കണക്കാക്കിയ കുറച്ച് ബസ്സുകൾ ഉണ്ടാവുള്ളൂ.
അത്രയും നേരം കാത്തു നിന്നിട്ട് ബസ് കയറിയിട്ട് വേണം വളവന്നൂർ എത്താൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് കോഴിക്കോട് നിന്ന് തിരൂരെത്താൻ കണക്കാക്കിയ ട്രെയിനൊക്കെ ഉണ്ടോ? കുറഞ്ഞ അന്ന് ഈ മദ്രാസൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ മദ്രാസ് മെയിലൊക്കെ പഴയ കാലത്തുള്ള ട്രെയിനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് കേരളത്തിൽ ഓരോ പ്രദേശത്തും ബസ് സർവീസ് തുടങ്ങിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന കോട്ടയം റൂട്ടിൽ ബസ് സർവീസ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വന്നിരുന്ന വാർത്തകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന മിനിയൂട്ടിയിൽ ഇപ്പോൾ നമ്മൾ എത്ര ആളുകൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വാർഷികങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുത്ത്. ആദ്യം വന്ന ഒരു ആളുണ്ടാവുമല്ലോ, 100 കൊല്ലം മുന്നേ ഞാൻ മനസ്സിലാക്കുന്നത്, വന്നൊരു ക്രിസ്ത്യാനിയായ ഒരു സഹോദരൻ. അയാൾ എങ്ങനെയായിരിക്കും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാകുക? വണ്ടിയില്ലാത്തതുകൊണ്ട് നടക്കണമല്ല പ്രശ്നം. ഇവിടെ മുഴുവനും മുള്ളം പന്നിയും നരിയും പിന്നെ ഇതൊക്കെ ആയിരിക്കും, വന്യമൃഗങ്ങളായിരിക്കും. അതിലൊക്കെ തടി കഴിച്ചിലാക്കി കിട്ടി ഇവിടെ വന്ന് ഇവിടെ അതിരുകൾ തിരിച്ച് സ്വത്തുക്കളൊക്കെ വേർതിരിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, 125 കൊല്ലം മുൻപ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒന്നത് നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ. അടുത്തത് അന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, സാംസ്കാരിക അവസ്ഥ, അറിവിൻ്റെ അവസ്ഥ. ഇതും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. സ്ത്രീ വിദ്യാഭ്യാസത്തോട് എങ്ങനെയാണ് ഇപ്പോൾ 100ാം വാർഷികം ആഘോഷിക്കുന്ന സംഘടന അടക്കമുള്ള ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷ ആളുകൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനോട് ചെയ്തിരുന്ന സമീപനം എന്താണെന്നറിയാനും MSMൻ്റെ സോവനീറിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സോവനീറിൽ പെരിന്തൽമണ്ണയിലെ അതിൽ സ്ത്രീ വിദ്യാഭ്യാസത്തോടുള്ള സമുദായത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് എൻ്റെ ലേഖനമുണ്ട്. നിങ്ങളത് വായിക്കുക. വേറെയും നിങ്ങൾക്ക് നേർപ്പത്തിലൊക്കെ ആ വിഷയത്തിൽ വരുന്നത് വായിക്കാം. ഷാക്കിർ മൗലവിയുടെ കൂടെ ഇന്ന് രാവിലെ നേരത്തെ വന്ന് ഞങ്ങളിരുന്നപ്പം ഷാക്കിർ മൗലവിയുടെ ഉമ്മ കോളേജിൽ പോയിരുന്ന ഒരു കഥ, അത് ഷാക്കിർ മൗലവി തന്നെ പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് കോളേജിലേക്ക് ഒരു സഹോദരിയെയും കൂട്ടിയിട്ട് നടന്നു പോകുമ്പോൾ ആ പോകുന്ന വഴി മുഴുവനും പെരിയമ്പലത്തിൽ നിന്ന് മാങ്കളാരിക്കുന്നിലേക്ക് എത്തുന്ന ആ വഴി മുഴുവനും കൂക്കും മറ്റു സ്ത്രീകൾ, യാഥാസ്ഥിക വിഭാഗത്തിലെ സ്ത്രീകൾ അവരുടെ ഉമ്മയെ കൂക്കിക്കൊണ്ടിരിക്കും. തിരിച്ചു വരുമ്പോൾ തന്നെ അവസ്ഥ. പിന്നെ അവസാനം അമ്മ പറഞ്ഞത്രേ, ഇനി ഏതെങ്കിലും ദിവസം കൂക്ക് കേട്ടിട്ടില്ലെങ്കിൽ ഒരു പൊറുതിയേടാണ്. അപ്പോൾ കോളേജിൽ പോവാണ്, പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അരീക്കോട് ജമിയത്തുൽ മുജാഹിദിൻ്റെ 40ാം വാർഷിക സോവനീറിൽ കാണാൻ ഒരു ലേഖനം, ഖത്തീബിൻ്റെ മകൾ സ്കൂളിൽ പോകുകയാണ്. അരീക്കോട്ടെ ഒരു ഖത്തീബിൻ്റെ മകൾ സ്കൂളിൽ ചേർത്തപ്പോൾ ഉണ്ടായ പുകിലുകളാണ് അതിൽ. അവർ പിന്നീട് ടീച്ചറൊക്കെ അവർ പിന്നീട് എഴുതിയതാണ് അത്. ഇതായിരുന്നു നമ്മുടെ എല്ലാ പുരോഗമനത്തെയും വിദ്യാഭ്യാസത്തെയും ഭാഷകളെയും ഒക്കെ എതിർത്തിരുന്ന ഒരു കാലത്താണ്. അതിൽ നവോത്ഥാനം സാധ്യമാക്കിയതിൽ നല്ലൊരു പങ്ക് അറബി കോളേജുകൾക്കുണ്ട്. കാരണം 1900-ൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ആ ഒരു ചിന്ത വന്നിരുന്നു. 2 നിലയ്ക്ക് ചിന്ത വന്നു. ഒന്ന്, ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാഴക്കാട് തെന്മിയത്തുൽ ഉലൂം മദ്രസ 1800കളുടെ അവസാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന തെന്മിയത്തുൽ ഉലൂം മദ്രസ ദാറുൽ ഉലൂം എല്ലാ ഇൽമിൻ്റെയും ഒരു ഉലൂമാണ്. ദാറുൽ ഉലൂം എല്ലാ വിജ്ഞാനങ്ങളുടെയും ഒരു കേന്ദ്രം എന്ന ഒരു സർവകലാശാല എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ദാറുൽ ഉലൂം വാഴക്കാട് ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് സ്വൈരം കൊടുത്തില്ല. അദ്ദേഹം അവസാനം കുട്ടികളെയും കൊണ്ട് മണ്ണാർക്കാട് പോവുകയും ചെയ്ത് അവിടെയുള്ള ചില സമുദായ സ്നേഹികളായ ആളുകൾ അദ്ദേഹത്തിന് അഭയം നൽകി. നേർപ്പതത്തിൽ 2019 കാലത്ത് നിങ്ങൾ ഗൂഗിൾ വെറുതെ അടിച്ചാൽ മതി, വാഴക്കാടൻ വായന എന്ന് മാത്രം അടിച്ചാൽ മതി. മതപഠനത്തോടുള്ള വാഴക്കാടൻ സമീപനം, വാഴക്കാടൻ വായന എന്ന എൻ്റെ ലേഖന നേർപ്പതത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വേറെയും നേർപ്പതത്തിൽ അബ്ദുൽ മാലിക് സൽഫിയുടെ, യൂസുഫ് സാഹിബ് നദിയുടെ ഒക്കെ ലേഖനങ്ങൾ ആ വിഷയത്തിൽ വന്നിരുന്നു. അപ്പോൾ ഈ ചാലിലകത്തിനെ വാഴക്കാട് നിന്ന് കെട്ടിച്ച ആളുകളാണ് ഇപ്പോൾ ഞങ്ങളാണ് അറബി കോളേജ് തുടങ്ങിയത്, മദ്രസ തുടങ്ങിയെന്ന് മേനി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ പറഞ്ഞ കാരണങ്ങൾ, ഇത് വഖഫ് സ്വത്തോടെ നടത്തുന്നതാണ്.
വഖഫ് സ്വത്തുകൊണ്ടാണ് ദാറുൽ ഉലൂം നടത്തുന്നത്. അവിടെ ഇന്ദുലേഖ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. എന്തിനാ ഇന്ദുലേഖ പഠിപ്പിച്ചത്? ആ നോവലിൽ എന്തെങ്കിലും ശൃംഗാരം കൊണ്ട് ഇങ്ങനെ ത്രസിക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികൾ. നല്ല ഭാഷ, അന്നത്തെ കാലത്ത് മാസ്റ്റർ പീസാണ്. നമ്മൾ മുഅല്ലഖൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? മുഅല്ലഖ് അതിൻ്റെ സംസ്കാരത്തോടുകാർക്ക് താല്പര്യമുണ്ടോ? നമ്മൾ നല്ല അറബി ഭാഷ സ്വായത്തമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഇന്ദുലേഖ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, ഇന്ദുലേഖൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് ഈ ചാലകത്തിൻ്റെ മക്കളായ 3 പേര്. MCC അബ്ദുറഹ്മാൻ മൗലവി, MCC അഹമ്മദ് മൗലവി, MCC ഹസൻ മൗലവി. പറപ്പൂർ മൗലവി ഇവരെ 3 ആളെയും കണ്ടതാണ്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ 72 ജനിച്ച 1969 പറപ്പൂർ മൗലവി പുളിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സഹവസിക്കാനുള്ള ഭാഗ്യം എനിക്ക് പണ്ടത്തെ മഹാന്മാരെ ആ നിരയിൽ വെട്ടമബ്ദുല്ലാജിയുമായി മാത്രമേ സഹവസിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ 3 MCC സഹോദരന്മാർ, പിന്നെ ചാലിലകത്തിൻ്റെ തന്നെ 2 മരുമക്കൾ, അതായത് മകളെ കെട്ടിയിട്ടുള്ള KM മൗലവി, PK മൂസ മൗലവി, ഷാക്കിർ മൗലവിൻ്റെ വല്ലിപ്പൻ PK മൂസ മൗലവി. അപ്പോൾ പിന്നെ ഇവരൊക്കെയാണ് കേരളത്തിൽ മദ്രസകളും അറബി കോളേജുകളും ഉണ്ടാക്കിയത്. ഇപ്പോൾ ചാലിലകത്തിൻ്റെ വാഴക്കാട് മദ്രസയിൽ വളർന്നു വന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളാണ്. 15 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളാണ് കേരളത്തിൽ ഒട്ടുക്കും മദ്രസകളും അറബി കോളേജുകളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കി. ഞാൻ 2 ധാരയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഇപ്രാവശ്യത്തെ നമ്മൾ സോവനീറിൽ 15 പേജ് കേരളത്തിലെ അറബി പഠനത്തെ സംബന്ധിച്ച് ചില ചരിത്ര സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലേഖനമുണ്ട്, നിങ്ങൾ വായിക്കുക. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 1907 ഷേഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി തങ്ങൾക്ക് ആലുവയിലൊരു അറബി സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് 8 ഏക്കറിൻ്റെ താഴെ 7 ഏക്കർ സ്ഥലം സർക്കാർ അനുവദിച്ചു കൊടുത്തിരുന്നു. തിരുവിതാംകൂർ ഭരണകൂടം അനുവദിച്ചു കൊടുത്തിരുന്നു. ഇന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്ന, നിങ്ങൾ പോയാൽ ആലുവ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് ചെറിയൊരു LP സ്കൂളുണ്ട്. അതിൻ്റെ ബോർഡ് ഇപ്പോഴും ഉണ്ട്, ഹമദാനിയ അറബി കോളേജ് LP സ്കൂൾ എന്നാണ്. അപ്പോൾ 1907 അതിനുവേണ്ടി സർക്കാർ ഭൂമി നൽകി. അത് അദ്ദേഹത്തിന് അസ്ഹർ മോഡലിൽ, ജാമിൽ അസ്ഹർ മോഡലിൽ അലീഗറിൽ, അന്ന് അലീഗർ സർവകലാശാല ഇല്ലാതെ അലീഗർ ഓറിയൻ്റൽ കോളേജാണ്, അന്ന് സർവകലാശാലയായി മാറിയിട്ടില്ല. അപ്പോൾ അലീഗർ ഓറിയൻ്റൽ കോളേജിൻ്റെ മോഡലിൽ, ജാമിൽ അസ്ഹർ മോഡലിൽ മൈസൂർ സർവകലാശാല ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാതൃകയിൽ ഒരു അറബി അധിഷ്ഠിത മതവിദ്യാഭ്യാസവും മറ്റു വിദ്യാഭ്യാസങ്ങളും പഠിക്കാൻ കഴിയുന്ന ഒരു സർവകലാശാല എന്നുള്ള സങ്കല്പം ആണ് 1907 സർക്കാർ ഭൂമി അനുവദിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു സംഗതി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലും അവലോകനവും ഇത് നടത്തുന്ന ആളുകൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സമയത്ത് വളരെ നല്ലതാണ്. കേരളത്തിൽ ഉടനീളം അറബി മാത്രമല്ല പ്രചരിപ്പിച്ചത്, ഈ ദീന് തന്നെ അന്നത്തെ ആളുകളുടെയൊക്കെ ദീനിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ പഴയ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി. ദീനിനെ സംബന്ധിച്ച് എന്താണ് അവർ മനസ്സിലാക്കുന്നത്? പള്ളിയാണത്. ഇപ്പം നമുക്ക് ഏത് ആളുകൾ ബേസിക്കായിട്ടുള്ള സംഗതി നിസ്കാരം പള്ളിയാണല്ലോ. ആ പള്ളിയോടുള്ള സമീപനം തന്നെ എന്തായിരുന്നു എന്നുള്ളത് KP മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. 1945 അരീക്കോട് മാട്ടുമല വെച്ചിട്ട് ജമിയത്തുൽ മുജാഹിദിൻ്റെ വാർഷിക നടക്കുന്നുണ്ട്. അതിന് പുളിക്കന്ന് അവിടുത്തെ ഉസ്താദന്മാരെല്ലാവരും അവരുടെ കൂടെ KPയും അങ്ങനെ നടന്നു വരികയാണ്. വിളയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, വിളയിൽ പറപ്പൂർ എന്ന് പറഞ്ഞത്, അതിൽ കൂടെ അവിടെ പള്ളി, ആ പള്ളിയിലാണ് ജുമാ അവർ കൂടിയത്. അപ്പോൾ കുറച്ച് നേരത്തെ എത്തി, നടന്ന് നേരത്തെ പോരണല്ലേ, കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ അവിടെ ഔദിൽ ഇറങ്ങിയിട്ട് പള്ളി കമ്മിറ്റിൻ്റെ ആൾ, അവിടുത്തെ സെക്രട്ടറി പ്രസിഡൻ്റാണ്, കുളിക്കുകയാണ്. ഔദിൽ ഇറങ്ങി കുളിക്കുക. എന്നാൽ KP പറയുന്നുണ്ട്, സാധാരണക്കാരായ ആളുകൾക്ക് പള്ളിയിൽ നിന്ന് കാലെഴുകാൻ, ഒതുണ്ടാക്കണ പോയിട്ട് കാലെഴുകാനും കൂടി പള്ളിയിലത്തെ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അത് തോടൊക്കെ ഉണ്ടാവുമല്ലോ,
തോട്ടിൽ നിന്നൊക്കെ ഒന്നുണ്ടാക്കിയിട്ട് വരണം അവർ. കാലെഴുകാനും കൂടി പറ്റില്ല. ഇവർ കുളി വരെ ഔദിലാണ് ചെയ്യുക. ഇങ്ങനെ ആയിരുന്നു പള്ളിയോ ആരെ പള്ളി കയറിയിരുന്നെന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ പരപ്പനങ്ങാടിയിലെ ഈ സ്വഭാവം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് 1890 പുതിയൊറ്റയിൽ കോമുക്കുട്ടി സാഹിബ് അവിടെ പള്ളി ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ കോമുട്ടിയാക്കാൻ്റെ പള്ളി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണത് മസ്ജിദുൽ മുജാഹിദ് എന്നൊക്കെ പിന്നെ പുതിയ രൂപത്തിലൊക്കെ ആയപ്പോൾ പറഞ്ഞത്. എന്ത് ധനാഢ്യർക്ക് വേറെ അവകാശങ്ങൾ പള്ളിയിൽ നമ്മൾ മൗലാന അബുൽ കലാം ആസാദിൻ്റെ അതൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. അതൊന്നും ഇവിടെ ബാധകമായിരുന്നില്ല. മൗലാന അബുൽ കലാം ആസാദിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരൻ സൊഫിൽ തോളൊരുമിച്ച് മടമ്പൊരുമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് പലരും മുസ്ലിങ്ങളായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതൊന്നും നമ്മുടെ കേരളത്തിൽ അന്ന് ബാധകമായിരുന്നില്ല. ഞാൻ പറവണ്ണ പിന്നെ 1950 ഉണ്ടാക്കിയൊരു പള്ളി, അതിൽ ജുമാക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ഞങ്ങൾ ആ ഒരു പള്ളി മാത്രമുള്ള പരിസരത്ത് സെൽഫി പള്ളി എന്ന് പറയും. അവിടെ തന്നെ അതിൻ്റെ ചരിവിലാണ് കമ്മിറ്റിക്കാർക്കുള്ള സ്ഥലം. പള്ളീൻ്റെ ചരിവ് അവിടെയാണ് കമ്മിറ്റിക്കാരിങ്ങനെ മുഖാമുഖമായിട്ടായിരിക്കുക. ഇങ്ങനെ ഒരു ഇടുങ്ങിയ ചരിവായിരിക്കും. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കും. ഇതിമേ ചാരി ഇട്ടും ചുമരിൽ ചാരി ഇരിക്കും. അതൊക്കെ മാറ്റാൻ വലിയ അധ്വാനം അവിടെ ഞങ്ങളൊക്കെ കാലത്ത് അബ്ദുൽ ഖാദർ സുല്ലമി പോലുള്ള ആളുകളൊക്കെ. ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഇന്ന് ഉള്ള ആളുകളുടെ ധാരണയും അറിവും വെച്ച് അവരുടെ സൗകര്യങ്ങൾ വെച്ച് വിലയിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അതേപോലെ പട്ടിണിയും കാര്യങ്ങളൊക്കെ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിലോ അരീക്കോട് സുല്ലമുസ്സലാം അറബി കോളേജിലോ പോയി ചേരുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷന്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പുളിക്കൽ ചേരണ്ടെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. കാരണം അവിടെ പട്ടിണിയാന്ന് പറഞ്ഞു. അരീക്കോട് വലിയ കുഴപ്പമില്ല പറഞ്ഞു. പുളിക്കൽ അവിടെ വെള്ളം കുടിച്ചിട്ടാണ്, കിണറ്റിലെ വെള്ളത്തിനൊരു വർക്കത്താണ്, അത് കുടിച്ചിട്ടാണ് അവിടുത്തെ ആളുകളൊക്കെ ജീവിച്ചിരുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ അങ്ങനെ പട്ടിണി ചെറുപ്പത്തിൽ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് സുല്ലമുസ്സലാം തിരഞ്ഞെടുത്ത് ഫീസൊക്കെ കൊടുത്തിട്ടാണ് അന്ന് അന്നത്തതിൽ 160 രൂപ ഫീസ്. അപ്പോൾ അവിടെ പുളിക്കൽ തമാശയാണോ കാര്യമാണെന്ന് അറിയില്ല, പലപ്പോഴും പറയാറുണ്ട് വലദ്വാലി എന്ന് പറയുമ്പോഴാണ് അവിടെ ചക്കടലെന്ന്. അപ്പോൾ ഈ വലദ്വാലി എന്ന് പറഞ്ഞ് ചക്കക്ക് കത്തി വെച്ചാൽ അത് വീഴുന്ന ശബ്ദം ആമീൻ്റെ ഇടയിൽ കേൾക്കില്ല. കാരണം അത്രയ്ക്ക് തിന്നാവുന്നില്ല. അപ്പോൾ ചക്കയും അതേപോലെ കൈതച്ചക്ക ഉണ്ടാവും. കൈതച്ചക്ക അത് പച്ചക്ക് പഴുക്കാനൊന്നും കാത്തിക്കില്ല, അത് പച്ചക്ക് അത് തിന്നിട്ട് വിശപ്പടുക്കിയിരുന്ന കുട്ടികൾ ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പം ഇവിടെ ഇനി കുറച്ച് നവോത്ഥാനം പറയാം. കാലം ഏകദേശം ഒരു പിടുത്തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞങ്ങളെ കാലത്തെ കാര്യമാണ് ഈ അവസാനം പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അറബിക് കോളേജ് വിദ്യാർത്ഥികളെ എല്ലാറ്റിനും പറ്റുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ മുൻഗാമികൾ വളർത്തിയെടുത്തുന്ന ഈ കണ്ട തീർത്തും അനുകൂലമായിട്ട് ഒരു സാഹചര്യമില്ല, തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും കൊള്ളാവുന്നവരും സമൂഹത്തിന് ദിശാബോധം നൽകുന്നവരും നേതൃത്വം നൽകുന്നവരുമായൊരു തലമുറയായി അറബിക് കോളേജ് വിദ്യാർത്ഥികളെ നമ്മുടെ നേതാക്കന്മാർ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഹിക്കമികൾ നമ്മൾ 13 കൊല്ലമായി ഹിക്കമികളുണ്ടല്ലോ. ലേഖന മേഖലയിൽ നമ്മൾ ഇനിയും നമ്മുടെ കഴിവുകൾ തെളിയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ വാർഷികവുമായി ഇറങ്ങുന്ന ഉപഹാരത്തിൽ പോലും അധികം ഹിക്കമികളുടെ ലേഖനങ്ങൾ ഇടം പിടിച്ചിട്ടില്ല എന്നത് ഒരു വേദനയാണ്. ഇപ്പം നിങ്ങൾ ഊന്നേണ്ട ഒരു മേഖല ഞാൻ പറഞ്ഞല്ലോ, ഗവേഷണം എന്നൊക്കെ പറയും, ലേഖനം എന്നുള്ളതാണ്. വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അടുത്ത തലമുറയ്ക്ക് നിങ്ങൾക്കിത് കൈമാറാൻ കഴിയുക. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരു 300-400 വർഷം മുന്നത്തെ ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്. അത് ലിഖിതമായിട്ടുള്ള എഴുതിയതാണ്, കൈയക്ഷരമായിരിക്കും. അപ്പം ഇങ്ങനെ അടുത്ത തലമുറകൾക്ക് കൈമാറാൻ പറ്റുക എഴുത്തിൻ്റെ രൂപമാണ്. അപ്പോൾ എഴുത്ത് രൂപത്തിൽ തന്നെ നിങ്ങൾ മികവ് അതിൽ നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നേതാക്കന്മാർ അതിൽ നല്ലൊരു പങ്ക് അറബിക് കോളേജുകളിലെ അധ്യാപകരോ വിദ്യാർത്ഥികളായിരുന്നു. ഒരേ സമയത്ത് 30ഓളം പ്രസിദ്ധീകരണങ്ങൾ, വാരികകളോ മാസികകളോ ആയി 30ഓളം പ്രസിദ്ധീകരണങ്ങൾ വിവിധ ഭാഷകളിൽ നമ്മളെ കേരളത്തിൽ നിന്ന് ഇറക്കിയിരുന്നു ഒരേ സമയത്ത്. ഇന്ന് നമുക്കുള്ളത് നേർപ്പതെന്നുള്ള ഒരൊറ്റ പ്രസിദ്ധീകരണമാണ്.
അപ്പം അത് വളരെ നന്നായിട്ട് പ്രചരിപ്പിക്കുകയും അതിൻ്റെ ആളുകളായിട്ട് നമ്മൾ രംഗത്ത് വരേണ്ടത് വളരെ പ്രധാനമായ നമ്മുടെ ഒരു ബാധ്യതയാണ്. 30ഓളം പ്രസിദ്ധീകരണങ്ങൾ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും അതിലെഴുതിയിരുന്നു. KP മുഹമ്മദ് മൗലവി ഇറക്കിയിരുന്ന മജല്ലത്തുൽ ബുസ്റകൾ നോക്കി അതിൻ്റെ മുഴുവൻ ലക്കങ്ങളും എൻ്റെ കയ്യിലുണ്ട്. മജല്ലത്തുൽ ബുസ്റയിൽ എഴുതിയിരുന്ന കോഴിക്കോട് വലിയ കാല് ശിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയ തങ്ങൾ മുതൽക്കുള്ള എല്ലാ വിഭാഗത്തിലും ഞാൻ സംഘടനകളുടെ പേരുകളൊന്നും എടുത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മുസ്ലിം സമുദായത്തിലെ അറബി ഭാഷയെ ആഗ്രഹിക്കുന്നു. അൽ ലുഗത്തുൽ അറബിയ തെജ്മഉന, അറബി ഭാഷയാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അറബി ഭാഷാ സ്നേഹികളായ മുഴുവൻ ആളുകളുടെയും ഒരു രചനയുടെയും വായനയുടെയും ഒരു സങ്കേതമായിരുന്നു മജല്ലത്തുൽ ബുസ്റ. KP മുഹമ്മദ് മൗലവി ഒറ്റക്കാണ് അത് തുടക്കത്തിൽ ഇറക്കിയിരുന്നത്. പിന്നെയാണ് അറബി ഭാഷാ സംഘടനകൾ അത് ഏറ്റെടുക്കുന്നത്. ഇന്ന് അതിനെ പറ്റിയിട്ട് ഒരു പ്രബന്ധം, ഡോക്ടറൽ പ്രബന്ധം ഇറങ്ങിക്കഴിഞ്ഞു. തുഞ്ച മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ ഡോക്ടർ പി അബ്ദുൽ ലത്തീഫ് കന്മനത്തിൻ്റെ പ്രബന്ധം എന്ന് പറയുന്നത് മജല്ലത്തുൽ ബുസ്റ. അത് കേരളത്തിൽ നിർവഹിച്ച അറബി ഭാഷാ രംഗത്തുള്ള സേവനങ്ങളാണ്. ഇപ്പം ഇതേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു മജല്ലത്തുൽ ബുസ്റ ചെറിയ 1000-ലൊരു ഉദാഹരണം മാത്രമാണ് മജല്ലത്തുൽ ബുസ്റ. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ കണ്ട നവോത്ഥാന ശ്രമങ്ങൾക്കൊക്കെ കണ്ടകോടാലികളായിരുന്ന ആളുകൾ നവോത്ഥാനത്തിൻ്റെ പിന്മുറ അവകാശപ്പെടുമ്പോൾ അതിനെയൊക്കെ ചെറുക്കാൻ ശരിക്കും കഴിയുക ഈ ബൗദ്ധികമായ നമ്മുടെ ഇടപെടലുകളിലൂടെയും സമീപനങ്ങളിലൂടെയും മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കുറച്ച് പണ്ഡിതന്മാരുടെ, അറബികളായ പണ്ഡിതന്മാരുടെ കിതാബുകൾ, മത്നുകൾ ഇഫ്ലാക്കുന്നത് കൊണ്ട് മാത്രം അതൊക്കെ നല്ലതാണ്, നല്ലൊരു സംസ്കാരമാണ്. അതോടൊപ്പം കുറച്ച് ആളുകളെങ്കിലും ഈ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്നത് വിദ്യാർത്ഥികളായതുകൊണ്ട് പറയും. അപ്പം നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ നടന്നു വന്ന വഴി, നമ്മൾ പിന്നിട്ട വഴികൾ അത് അറിയിക്കുകയും ചെയ്യാനുള്ളൊരു ബാധ്യത കൂടി ജാമിഅൽ ഹിന്ദുൽ ഇസ്ലാമിയയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിൻ്റെ നടത്തിപ്പുകാർക്കും ഉണ്ട് എന്നത് ഈ സമയത്ത് കുറച്ചുറക്കെ തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളെ വൈജ്ഞാനികമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള ആളുകളുടെ കിതാബുകൾ കൊണ്ട് ഇത്തരം പിഴച്ച ചിന്താഗതികളെ പ്രതിരോധിക്കുന്നതോടൊപ്പം 100 വർഷങ്ങൾക്ക് മുമ്പേ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെയും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും പ്രതിരോധിച്ചുകൊണ്ട് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ലൗ സബാഹെ എന്നൊരു മാസ്റ്റർ പീസ്, ഒരു സാഹിത്യത്തെ കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. 100 കൊല്ലം മുമ്പ് കേരളത്തിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെയും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും അവർക്കെതിരെ ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് അറബി മലയാളത്തിൽ ഇറങ്ങിയ ലൗ സബാഹ് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സമയം പരിമിതമായതുകൊണ്ട് എനിക്ക് ഇഷ്ടം ജാമ്യയിലെ എല്ലാ കുട്ടികളുള്ള സമയത്ത് ലൈവൊന്നുമില്ലാതെ വളരെ തുറന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു 1-2 മണിക്കൂർ നിങ്ങളോട് കൂടി ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കുറേ സംശയങ്ങളൊക്കെ തീർന്നിട്ട് ഇങ്ങനെ പോവാം. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം. ഇതൊരു തുടക്കമാകട്ടെ എന്നാഗ്രഹിക്കണം. ഷാക്കിർ മൗലവിനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചരിത്രം പറയണം. പർപ്പൂരും ഷാക്കിർ, പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ തലമുറയിൽ ഷാക്കിർ മൗലവിയൊക്കെയാണ് ഇതിൻ്റെ കൂടെ പോയിരുന്ന ആളുകൾ. മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിലെ കെട്ടിടങ്ങൾ പണിയാനുള്ള ധനസമാഹരണം അടക്കമുള്ള കാര്യത്തിൽ നമ്മുടെ ഇക്കാലത്ത് പോലും നമ്മൾ ഷാക്കിർ മൗലവിയെ പോലുള്ള ആളുകൾ പ്രയാസപ്പെട്ട് ഞാൻ ശരിക്കും നേരിട്ടറിയുന്ന ആളാണ്. അപ്പോൾ പഴയ കാലത്ത് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മുടെ മുൻതലമുറകളെ തീറ്റിപ്പോറ്റാനും അവർക്ക് വിജ്ഞാനം പകരാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനും നമ്മുടെ മുൻഗാമികൾ പരിശ്രമിച്ചിട്ടുണ്ടാകുക. അള്ളാഹു എല്ലാവരെയും, നമ്മെയും അവരെയും എല്ലാവരെയും അവൻ്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ദീനി മേഖലയിൽ അറിവ് നേടാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും കുടുംബസമേതം അവൻ്റെ ഫിർദൗസിൽ അള്ളാഹു പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.